ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. തൊടുപുഴ സ്വദേശി മുരളീധരനെ തെറിവിളിക്കുന്നതിന്റെയും മർദ്ദിക്കുന്നതിന്റെയും ദൃശ്യം പുറത്തുവന്നു. മർദ്ദിക്കുമ്പോൾ മുരളീധരൻ കരയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തെളിവുകൾ മുരളീധരൻ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി തൊടുപുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. ലാൽ, ക്രൂരമായ മർദ്ദനം, മ്യൂട്ട് ചെയ്ത് മാത്രം കാണിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ തെറിവിളി, എന്താണ് വിവരങ്ങൾ ലാൽകൃഷ്ണൻ? ഈ 2022 ഡിസംബർ മാസത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ ഈ കേസുമായി ഒരു ബന്ധവുമില്ലാത്ത മുരളീധരൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ഈ അന്നത്തെ ഡിവൈഎസ്പി ആയിരുന്ന മധു അയാൾ അസഭ്യം വിളിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നതാണ്. കൂടെയുള്ള പോലീസുകാരൻ തന്നെ പറയുന്നുണ്ട് അത് ഹൃദ്രോഗിയാണ്, ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ആളാണ്, മർദ്ദിക്കരുത് സാറേ, ഒന്നും ചെയ്യരുത് സാറേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കൂസാക്കാതെ അലറി വിളിച്ചുകൊണ്ടാണ്. നമ്മളോട് നേരത്തെ സംസാരിച്ച മുരളീധരൻ തന്നെ പറഞ്ഞത് തന്നെ ആദ്യം വയർലെസ് ഇട്ടുകൊണ്ട് എറിഞ്ഞു, പിന്നീട് ബൂട്ട് കൊണ്ട് ചവിട്ടി നിലത്ത് വീഴ്ത്തി, എടുത്ത് 2 കരണവും നോക്കി അടിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഒരു ഘട്ടത്തിൽ ഇയാൾ തളർന്നു വീണ് പുറത്തോട്ട് ഇറങ്ങി ഓടുകയായിരുന്നു. അന്ന് മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിന്ന മാധ്യമ സംഘങ്ങളെല്ലാം ഈ മുരളീധരൻ ഡിവൈഎസ്പിയുടെ മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് അലറി വിളിച്ച് രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ പോലും പകർത്തുകയുണ്ടായിരുന്നു. അത്രയും ക്രൂഷ്യലായ ഒരു സാഹചര്യം അവിടെ ഉടലെടുത്തിരുന്നു. എന്നിട്ടും മധുബാബുവിനെതിരെ ഒരു നടപടി പോലും എടുത്തില്ല. ഇപ്പോൾ നിലവിൽ ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് SP-ക്ക്, റൂറൽ SP-ക്ക് അടക്കമുള്ളവർക്ക് പരാതി കൊടുത്തിരുന്നു. പക്ഷേ ഒരു എൻക്വയറി പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. 2022 നടന്ന സംഭവം 5 വർഷം കഴിഞ്ഞിട്ടും ഒരു നടപടിയിലേക്ക്, 3 വർഷം കഴിഞ്ഞിട്ട് ഒരു നടപടിയിലേക്ക് പോലും പോലീസ് എടുക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഈ പരാതിക്കാരനായ മുരളീധരനെ വിളിച്ച് എന്താണ് സംഭവം എന്ന് കേൾക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കേൾപ്പിച്ച ശബ്ദരേഖ നിലവിൽ ഹൈക്കോടതിയിൽ തെളിവായിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് ഈ തെറി വിളിക്കുന്നതും മർദ്ദിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഒരു ഘട്ടത്തിൽ അവിടെ ഫോൺ വിഷ്വൽ എടുക്കുന്നതിന് വേണ്ടി, ദൃശ്യങ്ങൾ പകർത്തുന്നതിന് ഫോൺ ഓൺ ചെയ്തപ്പോൾ ആ ഫോൺ മേടിച്ചു വെച്ചു എന്ന് പോലും പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് റെക്കോർഡിംഗ് ഓണാക്കി ശബ്ദരേഖ എടുത്തത്. എന്തായാലും സംഭവത്തിൽ കർശന നടപടി വേണമെന്ന് തന്നെയാണ് മുരളീധരൻ പറയുന്നത്. അതിനുവേണ്ടിയുള്ള നിയമ പോരാട്ടത്തിലാണ് നിലവിൽ മുരളീധരനുള്ളത്. ലാൽകൃഷ്ണൻ, ഈ മധു ബാബുവിന് വലിയ സ്വാധീനമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോഴൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു അന്വേഷണ റിപ്പോർട്ടുണ്ടായിട്ട് 9 വർഷം അത് വെളിച്ചം കാണാതെ നിന്നു. അതിനിടയിൽ തന്നെ ഇയാൾക്ക് പ്രൊമോഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികളുണ്ടായി. ഇതിൽ വലിയൊരു സംരക്ഷണം മധു ബാബുവിന് ആരൊക്കെയോ ചേർന്നൊരുക്കിയിട്ടുണ്ട്. പോലീസിലെയും അല്ലാതെ ഉണ്ടോ എന്നറിയില്ല. വലിയൊരു സംരക്ഷണം മധു ബാബുവിന് ആരൊക്കെയോ തീർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ ലാൽകൃഷ്ണൻ. തീർച്ചയായിട്ടും സബ് ഡിവിഷൻ ഇരുന്ന സമയത്ത് മാത്രമല്ല, സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന സമയത്ത് പോലും മധു ബാബുവിന് ഉദ്യോഗസ്ഥ തലത്തിലും സർക്കാർ തലത്തിലും വലിയ സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. കാരണം നമ്മളിപ്പോൾ അവസാനം പറഞ്ഞ ഈ സംഭവം, ഈ 2022 ഉണ്ടായി എന്ന് പറയുന്ന ഈ സംഭവത്തിൽ അന്നത്തെ ഡിവൈഎസ്പി ആയിരുന്ന മധു ബാബുവിനെതിരെ പരാതി നൽകുന്നത് റൂറൽ SP-ക്കാണ്. ആ പരാതിയിൽ ഒരു എൻക്വയറി നടത്താനോ ഒരു FIR ഇടാനോ പോലും തയ്യാറായിരുന്നില്ല. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയെ സമീപിച്ചിരുന്നു. അത് മാത്രമല്ല, DGPക്ക് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കും പരാതി നൽകിയിട്ടും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നേരിട്ട് കണ്ട് പരാതി നൽകിയിട്ട് പോലും ഈ വിഷയത്തിൽ മധു ബാബുവിനെതിരെ ഒരു പ്രൈമറി എൻക്വയറിക്ക് പോലും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥ തലത്തിലും അതോടൊപ്പം സർക്കാർ തലത്തിലുമുള്ള സ്വാധീനം വെളിവാക്കുന്നതാണ്. ഹൈക്കോടതിയിൽ നിലവിൽ കേസിന് പോകുന്ന സമയത്ത് പോലും ആ കേസ് ഏതെങ്കിലും രീതിയിൽ പരിഹരിക്കപ്പെടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പരിഗണിക്കപ്പെടാനോ പോലും തയ്യാറാകാത്ത ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നുണ്ട്. അതായത് വലിയ ഒരു സൗഹൃദ വലയം, വലിയ ഒരു സുരക്ഷാ വലയം അതിനുള്ളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു കാര്യത്തിലും ആരും ഇടപെടില്ല എന്നൊരു ബോധ്യം മധുബാബുവിനുണ്ട്. അതുകൊണ്ട് തന്നെ തുടർന്നും പലരെയും മർദ്ദിച്ചതായും അക്രമം നടത്തിയതായിട്ടുള്ള പരാതികൾ പുറത്തു വരുന്നുണ്ട്. അപ്പോഴും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ പോലും തിരുത്താനോ അല്ലെങ്കിൽ സ്വയം ആത്മവിമർശനം നടത്താനോ വ്യക്തിപരമായ എന്തെങ്കിലും കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനോ വേണ്ടിയിട്ട് ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതുമാണ് ബോധ്യപ്പെടുന്നത്. ലാൽകൃഷ്ണൻ, ജില്ലാ പോലീസ് മേധാവി തന്നെ നടപടി വേണം. ഇയാൾ സേനയുടെ പെരുമാറ്റത്തിനും സേനയുടെ അന്തസ്സിനും ചേർന്ന രീതിയിലല്ല പ്രവർത്തിക്കുന്നത്, കർശനമായ നടപടി വേണം എന്ന ശുപാർശയോടുകൂടി ഒരു റിപ്പോർട്ട് നൽകിയിട്ട് അത് എവിടെയും എത്താതെ പോകുന്ന സാഹചര്യം.
ഈ SPI ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ശുപാർശയിലാകട്ടെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാത്ത സൽഗുണ സമ്പന്നനായ ഉദ്യോഗസ്ഥൻ എന്ന തരത്തിൽ പരാമർശങ്ങൾ എഴുതി പിടിപ്പിക്കുന്ന സാഹചര്യം. അവിടെ എന്താണ് സംഭവിക്കുന്നത് ലാൽകൃഷ്ണൻ? റിജിത്, ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ നേരത്തെ പണ്ട് ഇടുക്കി എയർ ക്യാമ്പിലുണ്ടായിരുന്ന ഒരു പോലീസ് കോൺസ്റ്റബിൾ, ഒരു CPO, ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിൽ നിന്ന് മാമ്പഴങ്ങൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സർവീസിൽ നിന്ന് പോലീസ് സേനയ്ക്ക് മാനഹാനി ഉണ്ടാക്കുന്നതാണ്, മതിപ്പുളവാക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് സർവീസിൽ നിന്ന് നീക്കം ചെയ്ത ചരിത്രമുള്ള ഒരു സേനയാണ് സംസ്ഥാനത്തെ കേരള പോലീസ്. പക്ഷേ അതേസമയം ഒരു ഓഫീസർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ നാട്ടിലുള്ള നിരപരാധികളായിട്ടുള്ളവരെ അല്ലെങ്കിൽ ഏതെങ്കിലും പെറ്റി കേസിൽ പിടിക്കപ്പെടുന്നവരെ അടക്കം സ്റ്റേഷനകത്ത് കൊണ്ടുവന്ന് ഇഞ്ചപരുവത്തിൽ ചതിച്ച് മർദ്ദിച്ച് അവശനാക്കുമ്പോഴും അല്ലെങ്കിൽ അവർ പരാതിയുമായിട്ട് രംഗത്തെത്തുമ്പോൾ പോലും അത് സേനയ്ക്ക് മതിപ്പുളവാക്കുന്നതാണോ അല്ലെങ്കിൽ അത് സേനയ്ക്ക് അപമതിപ്പുണ്ടാക്കുന്നതല്ലേ എന്ന് പരിഗണിക്കാതെ സേനയുടെ മനോവീര്യം തകർക്കുന്നതാണ്, ആത്മവീര്യം തകർക്കുന്നതാണ് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് സംരക്ഷണം തീർക്കുന്ന നിലപാട് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മധുബാബുവിനെതിരെ റൂറൽ SPക്കും അതോടൊപ്പം DGPക്കും പരാതി കൊടുത്തിട്ടും 2022 ഉണ്ടായ സംഭവത്തിൽ 2022 തന്നെ പരാതി നൽകിയിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, ആ സമയത്ത് ഇടുക്കി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുരളീധരനെ മധുബാബു നേരിട്ട് ആശുപത്രിയിൽ വിളിച്ച് പറഞ്ഞ് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. തുടർന്ന് ഹൃദ്രോഗിയായിട്ടുള്ള മുരളീധരൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവുകയായിരുന്നു. ഒരാഴ്ച നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് മുരളീധരൻ തിരിച്ചു വരാൻ സാധിച്ചത്. ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ട് പരാതി നൽകിയിട്ട് പോലും ഒരു തരത്തിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു എൻക്വയറി, ഒരു കാരണം കാണിക്കൽ പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആലപ്പുഴ DYSP മധുബാബുവിനെതിരായ കൂടുതൽ തെളിവുകൾ കോടതിക്ക് മുമ്പിലേക്ക് കൂടി എത്തുകയാണ്. തൊടുപുഴ സ്വദേശി മുരളീധരനെ കേട്ടാലറയ്ക്കുന്ന, തെറി വിളിക്കുന്നതിൻ്റെയും മർദ്ദിക്കുന്നതിൻ്റെയും ഒക്കെ തെളിവായുള്ള ശബ്ദം അത് ഹൈക്കോടതിക്ക് മുമ്പിലേക്ക് ഹാജരാക്കിയിരിക്കുകയാണ് പരാതിക്കാരൻ. ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.